വന്ദേ മാതരം. ഞാൻ സവർക്കർ. നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. വിചിത്രമായിട്ടുള്ള പല പേരുകളിലായിരിക്കും എന്നെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അത് സംബന്ധിച്ച് പല കഥകളും നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ടാകും. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്കാണ് എൻ്റെ ചരിത്രത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയുന്നത്? അത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ദീക്ഷയിലൂടെ എൻ്റെ കഥ പറയാനായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതിലേക്ക് കടക്കും മുമ്പ് സവർക്കർ എന്ന പേരിൽ നിങ്ങൾ അറിയുന്ന എൻ്റെ മുഴുവൻ പേര് വിനായക് ദാമോദർ സവർക്കർ എന്നാണ്. എൻ്റെ അച്ഛൻ ദാമോദർ പന്ത് സവർക്കർ, അമ്മ രാധാഭായി. ഇവരുടെ രണ്ടാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ജ്യേഷ്ഠന്റെ പേര് ഗണേഷ് ദാമോദർ സവർക്കർ, അനുജൻ നാരായൺ ദാമോദർ സവർക്കർ. എൻ്റെ അനുജത്തി മൈന, ഭാര്യ യമുന. എനിക്ക് 4 മക്കളായിരുന്നു. ഇതെല്ലാം തന്നെ സവർക്കർ എന്ന വ്യക്തിയെ പറ്റിയുള്ള വെറും സാമാന്യ വിവരങ്ങൾ മാത്രമാണ്. എന്നാൽ എൻ്റെ ചരിത്രത്തിൽ വ്യക്തിബന്ധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം എൻ്റെ രാഷ്ട്രത്തിനാണ്. വ്യക്തിബന്ധങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. പോകെ പോകെ ഇവരെല്ലാം തന്നെ രാഷ്ട്രവൈഭവത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന യാത്രയിലെ വെറും നിഴലുകൾ മാത്രമായി ഒതുങ്ങും. ഇവിടെ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്നത് സവർക്കർ എന്ന വ്യക്തിയല്ല, സവർക്കർ എന്ന രാഷ്ട്രഭക്തനാണ്. തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ പുസ്തക ശേഖരത്തിൽ ഞാനൊരു പുസ്തകം കണ്ടു. അറബ് രാഷ്ട്രത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അറബ് രാജ്യ ചരിത്രമോ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ആ പുസ്തകത്തിന് മുൻ പേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കീറിപ്പോയതാവാം. പിൽക്കാലത്ത് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സംഗതിയായിരുന്നു അത്. പലപ്പോഴും നമ്മുടെയൊക്കെ ചരിത്രവും, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. അതിന് ആദ്യ ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ചരിത്രത്തിന്റെ ഒരു ശാപമാണ്. എൻ്റെ ചരിത്രവും അതുപോലൊന്നാണ്. നമ്മുടെ ഭാരതത്തിലുള്ളവർക്ക് മറവി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്. ഞാൻ ഇതിനെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം ജീവിതം രാഷ്ട്രത്തിനു വേണ്ടി ഹോമിച്ചവരെ പറ്റി അങ്ങനെ അങ്ങ് മറന്നു പോകാൻ പാടുണ്ടോ? അവരുടെ ജീവിതം ഒരു മാതൃകയാകേണ്ടതല്ലേ? ഭാവി തലമുറയ്ക്ക് വേണ്ടി അത് മാറ്റിവെക്കേണ്ടതല്ലേ? രാഷ്ട്രത്തിന് വേണ്ടി ഹോമിക്കപ്പെട്ട ജീവിതങ്ങളിൽ ഞാൻ ഒരാൾ മാത്രമാണ്. എന്നെ പോലെ ആയിരങ്ങളുണ്ട്. അവരിൽ ചിലരുടെ പേരുകൾ നമുക്കറിയാം, ചിലർ പേര് പോലും അവശേഷിപ്പിക്കാതെ മറഞ്ഞു പോയവരാണ്. അവരിൽ പേരുകൾ അറിയുന്ന ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സ്വന്തം കഥ പറയും. ഇപ്പോ എൻ്റെ ഊഴമാണ്. ഭാരതമാതാവിന്റെ കാൽക്കൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിനായക് ദാമോദർ സവർക്കർ എന്ന ഞാൻ എൻ്റെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. വന്ദേ മാതരം.